Question number 3, January 22nd, shift to question number 3 like പോകാം. Let's look at it. The maximum covalency of a non-metallic group 15 element E with weakest EE bond is. Maximum covalency, maximum number of bonds of a non-metallic group 15 element E. ഗ്രൂപ്പ് 15 എലമെന്റ്സ് ഏതൊക്കെ? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. അതിൽ നോൺ മെറ്റൽസ് ഏതൊക്കെയാണ്? നൈട്രജനും ഫോസ്ഫറസും. നൈട്രജനും ഫോസ്ഫറസും ആണ് ഗ്രൂപ്പ് 15 നോൺ മെറ്റൽസ്. ആർസനിക്, ആന്റിമണി മെറ്റലോയിഡ്സ് ആണ്, ബിസ്മത്ത് മെറ്റലാണ്. ഓക്കെ, അപ്പം നൈട്രജൻ, ഫോസ്ഫറസ് നോൺ മെറ്റൽസ്. ഈ നൈട്രജൻ ഫോസ്ഫറസിൽ വീക്കസ്റ്റ് ഇഇ ബോണ്ട് ആർക്കാ ഉള്ളത്? നൈട്രജൻ ഫോസ്ഫറസിൽ വീക്കസ്റ്റ് ഇഇ ബോണ്ട് ഉള്ളത് നൈട്രജനാണ്. നൈട്രജൻ ഫോസ്ഫറസിൽ വീക്കസ്റ്റ് ഇഇ ബോണ്ട് ഉള്ളത് നൈട്രജനാണ്. അതിൻ്റെ റീസൺ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ബിക്കോസ് നൈട്രജൻ ഹാസ് ഗോട്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഫോസ്ഫറസിന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലേ? അത് കറക്റ്റാണ്. പക്ഷേ നൈട്രജൻ്റെ ഈ ബോണ്ട് ലെങ്ത് വളരെ ചെറുതാണ് മക്കളെ. തൊട്ടടുത്തല്ല, നൈട്രജൻ ചെറുതല്ല. അപ്പോൾ അതിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസ് ചെറുതാണ്. അപ്പോൾ രണ്ട് നൈട്രജൻ ആറ്റംസും അടുത്തടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോൺ പെയർ റിപ്പൾഷൻ നല്ല കൂടുതലാണ്. ലോൺ പെയർ റിപ്പൾഷൻ കൂടുമ്പോൾ എന്ത് പറ്റും? ആ ബോണ്ടിൻ്റെ എനർജി കൂടും. റിപ്പൾഷൻ കൂടുതലല്ല, എനർജി കൂടും. എനർജി കൂടുമ്പോൾ എന്ത് പറ്റും? ബോണ്ട് സ്ട്രെങ്ത് കുറയും. സോ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സിലൊക്കെ DPPയിൽ തന്നിട്ടുണ്ട്. NCERTയിൽ ഉള്ളതാണ് മക്കളെ. കാർബൺ സിംഗിൾ ബോണ്ട് സ്ട്രെങ്ത്, നൈട്രജൻ സിംഗിൾ ബോണ്ട് സ്ട്രെങ്ത്, ഫോസ്ഫറസ് സിംഗിൾ ബോണ്ട് സ്ട്രെങ്ത്, ആർസനിക് സിംഗിൾ ബോണ്ട് സ്ട്രെങ്ത്. നമ്മൾ നോക്കിക്കേ, ഇപ്പോൾ ഈ ക്വസ്റ്റനിൽ നൈട്രജനും ഫോസ്ഫറസും ആണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഫോസ്ഫറസ് ഇസ് സ്ട്രോങ്ങർ ദാൻ നൈട്രജൻ സിംഗിൾ ബോണ്ട് ഇസ് വീക്കർ ദാൻ ഫോസ്ഫറസ് സിംഗിൾ ബോണ്ട് ബിക്കോസ് ഓഫ് ഹയർ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻസ് ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് പറയുമ്പോൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. മനസ്സിലായോ മക്കളെ? അതായത് ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ റിപ്പൾഷൻസ് കാരണം ഇറ്റ് ബിക്കംസ് വീക്കർ. ടക്ക് എന്ന് പറഞ്ഞ് പൊട്ടിക്കാൻ പറ്റും. സോ മാക്സിമം കോവേലൻസി ഓഫ് നൈട്രജൻ ആണ് ബേസിക്കലി ചോദിക്കുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, JEE മെയിൻസിലെ ചോദ്യങ്ങൾ വളരെ നമുക്ക് പെട്ടെന്ന്, ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ പറയാൻ സാർ വളരെ ഈസിയാണ്. അവർ ബേസിക്കലി നൈട്രജൻ ഫോസ്ഫറസിൻ്റെ ബോണ്ട് സ്ട്രെങ്ത്തിനെ കുറിച്ചുള്ള ചോദ്യം, കോവേലൻസിയെ കുറിച്ചുള്ള ചോദ്യം. പക്ഷെ അവർ ഇൻഡയറക്ട്ലിയാണ് ചോദിച്ചിരിക്കുന്നത്. അവരെന്തൊക്കെ പോയിന്റ്സിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തെന്ന് നോക്കിയേ. മാക്സിമം കോവേലൻസി ഓഫ് നോൺ മെറ്റാലിക് ഗ്രൂപ്പ്, അതായത് ബേസിക്കലി ഗ്രൂപ്പ് 15 നോൺ മെറ്റൽസ് ഏതാണെന്ന് അറിയണം. ഓക്കെ, വിത്ത് വീക്കസ്റ്റ് ഇഇ ബോണ്ട്. ആ നോൺ മെറ്റൽസിൽ വീക്കസ്റ്റ് ഇഇ ബോണ്ട് ഏതാണെന്ന് അറിയണം. ഈ രണ്ടെണ്ണം അറിയണം, അതിൻ്റെ ഒപ്പം മാക്സിമം കോവേലൻസിയും കൂടി അറിയണം. അപ്പം 3 കാര്യങ്ങളാണ് ഒറ്റ ക്വസ്റ്റ്യനിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. മൂക്ക് ഇങ്ങനെയല്ല പിടിക്കുന്നത്, മൂക്ക് ഇങ്ങനെ എത്തിയാണ് പിടിക്കുന്നത്. ഇറ്റ്സ് എൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതാണ് JEE ക്വസ്റ്റ്യൻസിൻ്റെ ബ്യൂട്ടി മക്കളെ. സോ ബേസിക്കലി ഇവിടെ ആൻസർ വരാൻ പോകുന്നത് 4 ആണ്. നൈട്രജൻ്റെ മാക്സിമം കോവേലൻസി 4 അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമോണിയം ഒക്കെ എടുക്കുകയാണെങ്കിൽ അല്ലേ, നൈട്രജന് 3 നോർമൽ കോവേലൻ ബോൺസും 4ാമത്തെ ഒരു കോർഡിനേറ്റ് ബോണ്ടും ഫോം ചെയ്യാൻ പറ്റും അതിൻ്റെ ലോൺ പെയർ കാരണം. ഓക്കെ ആണ്. സോ ബേസിക്കലി ഇത് കെമിക്കൽ ബോണ്ടിങ് പ്ലസ് P ബ്ലോക്ക്, അല്ലെങ്കിൽ ബേസിക്കലി P ബ്ലോക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും P ബ്ലോക്ക് പ്ലസ് കെമിക്കൽ ബോണ്ടിങ് ആണ് ഇത്. ഗ്രൂപ്പ് 15 P ബ്ലോക്ക് എലമെൻറ്റ്സ് പ്ലസ് കെമിക്കൽ ബോണ്ടിങ് ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈസി എന്ന് പറയാൻ പറ്റില്ല, കാര്യം ഇത് മൾട്ടിപ്പിൾ കോൺസെപ്റ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, കുറച്ച് ആലോചിക്കേണ്ടി വരും, കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇവിടെ.